വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ചിക്കൻ കറിയാണ് ഇന്ന് നമ്മളിവിടെ റെഡിയാക്കുന്നത്. ചനാ ദാൽ ചിക്കൻ അഥവാ കടലപ്പരിപ്പിട്ട ചിക്കൻ. എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ആദ്യം നമുക്കൊരു പാത്രം അടുപ്പത്ത് വെച്ച് എണ്ണ ചൂടാക്കാം. അതിലേക്ക് 2 കറുത്ത ഏലക്കായ, 2 കഷ്ണം പട്ട, 4 ഗ്രാമ്പു, 1 ടീസ്പൂൺ ജീരകം ഇത്രയും ചേർത്ത് അതൊന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്കതിലേക്ക് 2 നീളത്തിൽ അരിഞ്ഞ ഉള്ളി ചേർക്കാം. അതൊന്ന് വഴറ്റാം, കുറച്ച് ഉപ്പിട്ടിട്ട്. എന്നിട്ട് വഴറ്റാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗോൾഡൻ ബ്രൗൺ ആവുന്നവരെ വഴറ്റണം. അതിനുശേഷം 2 ടേബിൾ സ്പൂൺ വീതം ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ചേർത്ത് ആദ്യം ഒന്ന് അതിൻ്റെ പച്ചമണം മാറുന്നവരെ വഴറ്റാം. എന്നിട്ട് ഒരു നീളത്തിലരിഞ്ഞ തക്കാളി കൂടി ചേർത്ത് അടച്ചു വെച്ച് സോഫ്റ്റ് ആവുന്നവരെ കുക്ക് ചെയ്യാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇത്രയും സാധനങ്ങൾ ചേർത്ത് പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി ഇതിലേക്ക് ചെറുതായി മുറിച്ചിട്ടുള്ള ഒരു 750 ഗ്രാം ചിക്കൻ ചേർത്ത് ഈ മസാലയൊക്കെ അതിൽ നന്നായിട്ട് കോട്ട് ചെയ്യാം. ഇനി നമുക്ക് 1 മണിക്കൂർ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള കടലപ്പരിപ്പ് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 1/2 കപ്പ് ചൂടുവെള്ളം കൂടി ഒഴിച്ചിട്ട് അടച്ചു വെച്ച് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു പകുതി വേവേ ആയിട്ടുണ്ടാവുള്ളൂ. ഇതിലേക്ക് നമുക്കിനി 1 ടീസ്പൂൺ ഗരം മസാല പൊടിയും 2 പച്ചമുളക് നടുവേ കീറിയതും ആവശ്യത്തിനുള്ള ഉപ്പും ഒരു 1/4 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഒരു ലോ ഫ്ലെയിമിൽ നമ്മുടെ കടലപ്പരിപ്പൊക്കെ നന്നായിട്ട് വേവണ വരെ അടച്ചു വെച്ച് ഒരു 15 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ ചിക്കനൊക്കെ കറക്റ്റായി വെന്തിട്ടുണ്ട്, ഓയിലൊക്കെ സെപ്പറേറ്റ് ആയിട്ടുണ്ട്. നമുക്കത് നമ്മുടെ കടലപ്പരിപ്പ് വെന്തോന്നൊന്ന് വിരലുകൊണ്ട് ഉടച്ചു നോക്കാം. അതിനുശേഷം ഒരു 1/2 ടീസ്പൂൺ കസൂരി മേത്തി കയ്യിലിട്ടൊന്ന് പൊടിച്ച് അതൊന്ന് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം കുറച്ച് മല്ലിയിലയും ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ ഇത് ചൂടോടെ തന്നെ ഒരു ചപ്പാത്തിയുടെയോ അല്ലെങ്കിൽ ഫ്രൈഡ് റൈസിൻ്റെ കൂടെ സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വ്യത്യസ്തമായ റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. അടുത്ത തവണ വീണ്ടും കാണുന്നവരെ ടേക്ക് കെയർ ആൻഡ് ഹാവ് എ വണ്ടർഫുൾ ഡേ. ബൈ.